കാര്യങ്ങൾ പറഞ്ഞു. ഉസ്താദ് വരാൻ നേറ്റു. അതുപോലെ വേറെ 2 വലിയ പണ്ഡിതന്മാർ, പ്രായം ചെന്ന 2 പണ്ഡിതന്മാർ, അവരെയും നമ്മൾ അതേപോലെ തന്നെ ക്ഷണിച്ചു. അവരിൽ ഒരാൾ ആദ്യം വരാമെന്ന് പറഞ്ഞു, പിന്നെ AP ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് മാറിക്കളഞ്ഞു. മറ്റൊരാൾ വരാമെന്ന് പറഞ്ഞ് നോട്ടീസൊക്കെ ഇറക്കിയെങ്കിലും എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും, പിന്നീട് വരൂല എന്ന് അറിയിച്ചു. പിന്നെ അവസാനം തറക്കല്ലിടയിൽ സയ്യിദ് അലി ബാഫക്കി തങ്ങളെ കൊണ്ട് നിർവഹിക്കുകയും ഉസ്താദ് ഉദ്ഘാടന പ്രസംഗം നടത്തുകയും അവിടെ ഒരു മീറ്റിംഗ് വിളിച്ച് ആളുകളോടൊക്കെ സംഭാവനയൊക്കെ തരാൻ വേണ്ടി ഉസ്താദ് തന്നെ പറയുകയും അതിൻ്റെ നേതൃത്വം, പ്രസിഡന്റ് സ്ഥാനം ഉസ്താദ് ഏറ്റെടുക്കുകയും ചെയ്തതിലാണ് എനിക്ക് അതിനുള്ള ധൈര്യം അന്ന് ഉണ്ടായതും. ആദ്യമായി അഹമ്മദ് ഉമർ നഅമ എന്ന് പറയുന്ന ഒരു യമനുകാരനായ ദുബൈ ഔക്കാഫിലുള്ള ഒരാളെയും കൂട്ടിയിട്ട് ആ ഓല ഷെഡിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഉസ്താദ് അദ്ദേഹത്തെയും കൂട്ടിയിട്ട് അവിടെ വരികയാണ് ചെയ്തത്. അങ്ങനെ ആദ്യമായിട്ടൊരു അറബി, അദ്ദേഹം വലിയ പൈസക്കാരനായിട്ടല്ലാതെ ഒരു ഉദ്യോഗസ്ഥനാണ്, ഫസ്റ്റിൽ വന്നത് ഉസ്താദിൻ്റെ കൂട്ടി വന്നതാണ്. അങ്ങനെയാണ് പിന്നീട് പലരെയും, മർക്കസിൽ വരുന്ന പലരെയും ഉസ്താദ് നീ അവിടെ കൊണ്ടുപോയിക്കോ, കാണിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞിങ്ങനെ അയച്ചു തന്ന് അങ്ങനെയാണ് സിറാജുൽ ഹുദ ഉസ്താദിൻ്റെ ആ വലിയ ഒരു ശക്തിപ്പെടുത്തൽ. അതുകൊണ്ടാണ് സിറാജുൽ ഹുദ വളർത്താനുള്ള ഒരു തൗഫീഖ് അല്ലാഹു തആല. മറ്റൊരാൾ വരാമെന്ന് പറഞ്ഞ് നോട്ടീസൊക്കെ ഇറക്കിയെങ്കിലും എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും, പിന്നീട് വരൂല എന്ന് അറിയിച്ചു. പിന്നെ അവസാനം തറക്കല്ലിടയിൽ സയ്യിദ് അലി ബാഫക്കി തങ്ങളെ കൊണ്ട് നിർവഹിക്കുകയും ഉസ്താദ് ഉദ്ഘാടന പ്രസംഗം നടത്തുകയും അവിടെ ഒരു മീറ്റിംഗ് വിളിച്ച് ആളുകളോടൊക്കെ സംഭാവനയൊക്കെ തരാൻ വേണ്ടി ഉസ്താദ് തന്നെ പറയുകയും അതിൻ്റെ നേതൃത്വം, പ്രസിഡന്റ് സ്ഥാനം ഉസ്താദ് ഏറ്റെടുക്കുകയും ചെയ്തതിലാണ് എനിക്ക് അതിനുള്ള ധൈര്യം അന്ന് ഉണ്ടായതും. ആദ്യമായി അഹമ്മദ് ഉമർ നഅമ എന്ന് പറയുന്ന ഒരു യമനുകാരനായ ദുബൈ ഔക്കാഫിലുള്ള ഒരാളെയും കൂട്ടിയിട്ട് ആ ഓല ഷെഡിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഉസ്താദ് അദ്ദേഹത്തെയും കൂട്ടിയിട്ട് അവിടെ വരികയാണ് ചെയ്തത്. അങ്ങനെ ആദ്യമായിട്ടൊരു അറബി, അദ്ദേഹം വലിയ പൈസക്കാരനായിട്ടല്ലാതെ ഒരു ഉദ്യോഗസ്ഥനാണ്, ഫസ്റ്റിൽ വന്നത് ഉസ്താദിൻ്റെ കൂട്ടി വന്നതാണ്. അങ്ങനെയാണ് പിന്നീട് പലരെയും, മർക്കസിൽ വരുന്ന പലരെയും ഉസ്താദ് നീ അവിടെ കൊണ്ടുപോയിക്കോ, കാണിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞിങ്ങനെ അയച്ചു തന്ന് അങ്ങനെയാണ് സിറാജുൽ ഹുദ ഉസ്താദിൻ്റെ ആ വലിയ ഒരു ശക്തിപ്പെടുത്തൽ. അതുകൊണ്ടാണ് സിറാജുൽ ഹുദ വളർത്താനുള്ള ഒരു തൗഫീഖ് അല്ലാഹു തആല തന്നതും. ഒന്നാമത്തെ കെട്ടിടം സിറാജുൽ ഹുദയുടെ ടൗണിലെ പള്ളിയാണ്. അത് ഉസ്താദ് തന്നെ വാങ്ങിത്തന്നതും അതിൻ്റെ തറക്കല്ലുകളൊക്കെ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ തന്നെ വന്ന് ചെയ്തു തന്നതും അതിൻ്റെ കുറ്റിയടിച്ചതും അങ്ങനെ എല്ലാം ഉസ്താദ് തന്നെയാണ് ചെയ്തു തന്നത്. പിന്നെ അത് ഈ പറഞ്ഞതുപോലെ നട്ടു വളർത്തുന്നൊരു സാധനം എന്നുള്ള നിലക്ക് കുറച്ച് ഇങ്ങനെ വളർന്നു വരുമ്പോൾ പിന്നെ താനെ കുറച്ച് വളരുമല്ലോ. ആ നിലക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പിന്നീട് അല്ലാഹു തആല ഉസ്താദിൻ്റെയും അതുപോലുള്ള ആൾക്കാരുടെയും ഉസ്താദന്മാരൊക്കെ ദുആയും ബറക്കത്ത് കൊണ്ടും സാധിച്ചു എന്നേ ഉള്ളൂ. സംഗതി സിറാജുൽ ഹുദയുടെയും സ്ഥാപകൻ ഉസ്താദ് തന്നെയാണ്. ഉസ്താദ് ഏൽപ്പിച്ച അനുസരിച്ച് തന്നെയാണ് ചെയ്തതും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒരു ബർക്കത്തും അല്ലാഹു തആല ഇതുവരെയായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സംഗതി അങ്ങനെ തന്നെയാണ്, കണ്ടുപിടിച്ചിട്ടാണ് എങ്ങനെയാണ് അറബികളെ സ്വീകരിക്കേണ്ടത്, അറബികളായിട്ട് എങ്ങനെ പെരുമാറേണ്ടത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മർക്കസിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ച തന്നെയാണ്. ഓരോ കാര്യങ്ങളും അങ്ങനെ കണ്ടുപിടിച്ച അനുസരിച്ച് തന്നെയാണ് ചെയ്തത്. അവസാനം തറക്കല്ലിടുന്ന ദിവസം വലിയ വിവാദം ഉണ്ടായത് ഉസ്താദിന് ഓർമ്മ ഉണ്ടാവും. കിച്ചണ് ഇനി സ്മാർട്ട് മേക്ക് ഓവർ. കിച്ചൺ അപ്ലയൻസുകളുടെ സൂപ്പർ കളക്ഷൻ, സൂപ്പർ ഡ്യൂപ്പർ ഡീലുകൾ, ബ്രാൻഡ് ഓഫറുകൾക്കൊപ്പം മൈജി ഓഫറുകളും ചേരുമ്പോൾ ലാഭം 3 ഇരട്ടി. ഒപ്പം 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും. മൈജി ഓണം, മാസ് ഓണം. ब्लिंकिट के सभी स्टोर्स पर पानी, पंखा, वॉश